ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഭാവന, എന്റെ പേര് മുസ്തഫ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വിസ്പർ ചലഞ്ച് ആണ്. നമ്മുടെ കയ്യിലുള്ള ഹെഡ്ഫോണൊക്കെ ചീത്തയായി പോയിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അടിപൊളി സാധനം കേട്ടോ, ഒന്നും കേൾക്കില്ല. ആദ്യം ആരാ ചെയ്യാൻ പോണത്? നമ്മളിവിടെ വേണ്ട നമ്മളിവിടെ സിനിമ പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ട് കൊണ്ടുവന്നിട്ടില്ലേ? പാട്ട്, സിനിമ പേര്, അതുപോലെ തന്നെ ഡയലോഗ്സ് അറിയില്ല. ഓക്കെ, ഞാനും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇവനോട് സിനിമ പേര് ചോദിക്കും, ഇവൻ തിരിച്ച് എന്നോട് സിനിമ പാട്ട് ചോദിക്കും. അപ്പൊ നമ്മളത് പറയും. ഓക്കെ, ആദ്യം ഇവൻ. എല്ലാം ഞാൻ തന്നെ തുടങ്ങാറ്. അതിന് വിചാരിച്ചോ? ഫുൾ സൗണ്ട് വെക്കണേ കേട്ടോ അമ്മ, കേൾക്കാൻ പറ്റണ്ട? ഉറപ്പല്ലേ? നിക്കട്ടെ, ഞാൻ ആദ്യം ഇവരെ സിനിമ കാണിക്കട്ടെ. ഞാൻ ചോദിക്കാൻ പോണ സിനിമ അറിയാം. ഇതാദ്യം ചോദിക്കാം. പാട്ട് വെക്കട്ടെ. നമ്മൾ രണ്ടൊരു മാത്രം ചേരോട്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഈ പാട്ട് എനിക്ക് ഇവിടെ കേൾക്കാം. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഭ്രമം അല്ല, പ്രേമം. എനിക്ക് നിന്റെ മുഖത്തേക്ക് പറയാൻ പറ്റുള്ളൂ. കറക്റ്റാ. നിന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കാം. കറക്റ്റാ. അടുത്ത് ഞാൻ ചോദിക്കാൻ പോണ, ഞാൻ നോക്കിയില്ല. ഞാൻ അത് ഓർത്തില്ല ആദ്യം. ബാംഗ്ലൂർ ഡേയ്സ്. ഇല്ല, അങ്ങനെ കൊള്ളൂലല്ല. പറ. ഒന്ന് പറ. ഫുള്ള് പറ. പായല്ല. ബാ. ചെവി പയ്യ പറ. പറട്ടാ. കിട്ടാ. അടുത്ത് കാണിക്കാം. ഓക്കെ, അടുത്തത് ഒന്ന് നോക്കണത് അവരെടുത്ത് പറയണേ. പാട്ട് വന്നാ സൗണ്ട് ഉണ്ടാ? പറ. ഇത്രോട്ട വാ തുറന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞുതരാൻ പാടില്ല ശരിക്കും പറഞ്ഞ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ നീ ആണെങ്കിൽ എന്റെ നെല്ലിപ്പലക. ദൃശ്യം. അതെ. ഓക്കെ, ഈ അടുത്തത് അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യം ഞാൻ ചോദിക്കോളൂ. നീ ഒരെണ്ണം മാത്രമല്ലേ പറയാതിരുന്നോളൂ. ബാലേട്ടൻ. പാട്ടൊക്കെ ആദ്യം ഇവരെ കാണിക്കട്ടെ സിനിമ ഏതാന്ന്, ധൃതി പിടിക്കട്ടെ. ഓക്കെ, എനിക്കത് തോന്നുന്നു ഞാൻ പറയണ ഭയങ്കര വിയേഡായിട്ട് പോണത്. എന്റെ മുഖം. ചായ കുടിക്കണം. എനിക്ക് ചായ കുടിക്കണം. സിനിമ പേരല്ല പറയാം. സിനിമ പേര് പറയാം. ചാർലി.
ചാർലി. ഇപ്പൊ ഉറക്കം പറഞ്ഞിട്ട് അവര് കേക്കാൻ വെച്ചല്ല. ചാ ശ്രദ്ധിച്ചോട്ടോ. ചാർലി. ഇതൊക്കെ ഞാനോട് തെറി പറഞ്ഞാണ്. പറ. തത്തക്ക് ചുണ്ടുണ്ടോ? തത്തക്ക് ചുണ്ടുണ്ടെന്നല്ല നിന്റെ. ഗസ് ചെയ്യണ, നീ ഒന്നും ഗസ് ചെയ്യണില്ല. എന്ത് കേസ്? ഇത് വെക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എനിക്കത് ഓർക്കും ടെൻഷൻ ആവുന്നത്. ഇത് പറ. എന്നാ താൻ കേസ് കൊടു. ഞാൻ ഇത്ര ഉറക്കം പറഞ്ഞിട്ടാ. എന്നാ താൻ കേസ് കൊടു. എന്നാ താൻ കേസ് കൊടു. അടുത്തത് ഇത് കൊള്ളാം. ഓക്കെ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. കേട്ടാ കേട്ട്. മാർക്കോ ആ മഹേഷിന്റെ പ്രതികാരം. ഇവൻ ഗസ് ചെയ്ത് പറഞ്ഞില്ല കേട്ടോ. കറക്റ്റ് ആൻസർ കിട്ടുമ്പോ മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ അത് കുറച്ച് ഫണ്ണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വെക്കണോട്ടാ. അപ്പൊ പറയേ. ഓക്കെ. ഫോട്ടോ എടുത്ത് വെച്ചേക്കാണോ? ആ അപ്പൊ പിന്നെ അവരെ എളുപ്പത്തിന് കാണിക്കാലോ. അപ്പൊ അതേ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരില്ല. നീ അത് ചെയ്ത് തരണ്ട കേട്ടോ പ്ലീസ്. കുമ്പളങ്ങി നെറ്റ്സ്. ഞാൻ പറഞ്ഞല്ല. ഓക്കെ. എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞു. എന്നാലും 2 വേറെ പാട്ടെടുത്ത് വെച്ചതിന്റെ ഇതിരിപ്പുണ്ട്. അത് ഞാൻ കാണിക്കാം. പാട്ടല്ല, പാട്ടെടുത്ത് വെച്ചതിന്റെ സ്ക്രീൻഷോട്ടിൽ സിനിമേന്റെ പേരുണ്ട്. അത് ഇവരെ കാണിക്കാം. ഓക്കെ നോക്കല്ലേ. കാതോട് കാതോരം. കേക്കണ്ട നീ കേക്കണ്ട. കേട്ടില്ല. അത് വേഗം കിട്ടും. ആ സിനിമ വേഗം കിട്ടും. തൂവാനത്തുമ്പികൾ. ഓക്കെ. ഇപ്പൊ ഞാൻ എത്ര സിനിമ ചോദിച്ചു നിന്റെ അടുത്ത്? 1 2 3 4 5 6 7 8 9 10. ആ ബാലേട്ടനും കൂടി 11. അതില് നീ ആൻസർ പറയാതെ പോയത്. എന്നാ താൻ കേസ് കൊടും. ബാലേട്ടൻ 2 ആൻസർ പറഞ്ഞില്ലേ. ബാക്കി എല്ലാത്തിനും ആൻസർ പറഞ്ഞേക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ പാട്ട്. ഇനി അടുത്ത നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കട്ടെ. ശരിക്കുള്ളതാ ഞാൻ എടുക്കും. ഞാൻ എല്ലാ ഗെയിമിലും തോറ്റു. പക്ഷെ ഇതിന് ഞാൻ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. ശ്രമിക്കാം. ഞാൻ ഈ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ ഞാൻ അവരുടെ വോയിസ് ഫുൾ കംപ്ലീറ്റ് കുറച്ചിട്ട് ഞാൻ ഗസ് ചെയ്യാൻ നോക്കും. പക്ഷെ നടപടി ആവാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോണ. ഇതൊക്കെ അറിയാൻ പാടില്ല. ഇറങ്ങിയ നമ്മൾ തുടങ്ങാൻ പോവാം പാട്ടൊക്കെ.
പാട്ടൊക്കെ ആവശ്യമില്ല, ഇത് വെച്ചാൽ തന്നെ ഒന്നും കേൾക്കല്ല. പണ്ടാലോ എനിക്ക് ഒരുമാതിരി കാറ്റടിക്കണ ഫീൽ. വണ്ടിക്കൊക്കെ പോകുമ്പോ കാറ്റടിച്ച് ചെവി രണ്ടടഞ്ഞു പോകൂലേ, അമ്മാതിരി ഒരു സാധനം ഇത് അല്ലേ. ഹെഡ്ഫോൺ വെച്ചാ പോലും കൊള്ളാവോ കൊള്ളാവോ? എന്നെ കളിയാക്കിയതാ. തരാട്ടാ. അത്ര വെച്ചിട്ട് നമ്മള് ചോദിക്കാൻ പോണത് ഞാൻ നോക്കാൻ പാടാ. ആടുജീവിതം ചോദിച്ചോക്കാം. ആടുജീവിതം. ആശീർവാദം. ആടുജീവിതം. അശ്വമേധം. ആടുജീവിതം. 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 ആഴ്ച വരുമോ? ആടുജീവിതം. ആശീർവാദം. ആടുജീവിതം. അച്ഛൻ വരും. ആടുജീവിതം. അച്ഛൻ വരും. ആടുജീവിതം. അശ്വമേധം. ആടുജീവിതം. ആഴ്ച. ആടുജീവിതം. ആനച്ചന്തം. ആടുജീവിതം. ആയിരത്തിലൊരുവൻ. ആടുജീവിതം. ആടുജീവിതം. ഒന്നിങ്ങനെ ആട് ജീവിതം. ആടുജീവിതം. ഭയങ്കര പാട്ട്. ഭയങ്കര പാട്ടല്ലേ? ഭയങ്കര ഉറക്കെയാണ് സംസാരിക്കണം തോന്നുന്നുണ്ട് ഇപ്പോഴേ. ഇനി നമുക്ക് അടുത്ത ചോദിക്കാം. കണ്ണൂർ സ്കോഡ്. കണ്ണൂർ സ്കോഡ് ഞാൻ അല്ല ഓക്കെ അത് നോക്കിയൊരു കുഴപ്പമില്ല, കിട്ടൂല. ശ്രദ്ധിച്ചില്ല. കണ്ണൂർ സ്കോഡ്. കണ്ണൂർ സ്കോഡ്. കണ്ണൂർ സ്കോഡ്. ഫസ്റ്റത്തെ അക്ഷരം ക. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. ഗണ്ണോ. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. രണ്ടാമത്തെ അക്ഷരം ഫുള്ള് പറഞ്ഞേരാ. ഫസ്റ്റ് അക്ഷരം ക. കണ്ണൂർ സ്ക്വാഡ്. കാഴ്ച. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂച്ചോ. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. എന്ത്? കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ്. അത് ഭയങ്കര പാടത്. ഭയങ്കര പാട്. അന്ന് ഇങ്ങനെ പാടുന്ന കണ്ണൂര്. അത് കാണിക്കാതല്ലേ പറയലല്ലേ? ആ കാണിക്കാം. ഇല്ലല്ല. ഇനി അടുത്തത് അയ്യപ്പനും കോശി. അയ്യപ്പനും കോശി. അയ്യപ്പനും കോശി. ആയിരം പ്രദോഷം. അയ്യപ്പനും കോശി. അലോഷി. അയ്യപ്പനും കോശിയും. ഓക്കെ. അലൂഷി ഏതാ? അലോഷി പേരുതാ വന്നേക്കാ. അടുത്ത ചോദിക്കാം. ഗുരുവായൂർ അമ്പലം നടയും. പോയി. അത് പോയി. അടുത്ത ചോദിക്കാം. മേലെപ്പറമ്പിൽ ആൺവീട്. കേട്ടോ? മേലെപ്പറമ്പിൽ ആൺവീട്. ഇതും പോയി. ഇത് കൊറേ ഉണ്ടല്ലോ. ഇനി പാട്ടുകൾ കേൾക്കാം. പെട്ടെന്ന് കിട്ടും. കുഞ്ഞു കുഞ്ഞ സാധനങ്ങളാ. പാട്ട് നമ്മള് ഫുള്ള് പാടണം. ഇത് രണ്ടുപേരും പറഞ്ഞാ മനസ്സിലാവണ്ടേ? നമുക്ക് ഓസൈനബ ചോദിക്കും. ഓസൈനബ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ നമുക്ക്. നീച്ചോട്ട് ചോദിക്കും. ഓസൈനബ. അത് പോയി.
അടുത്ത ചോദിക്കട്ടെ. എന്റെ കൽബിലെ ഇങ്ങോട്ട് പറഞ്ഞു എന്റെ കൽബിലെ വെണ്ണിലാകു നീ കള്ളപ്പാട്ടുകാരാ. പൂവേ ഒരു മഴമുത്തം. പൂവേ ഒരു മഴമുത്തം. ഒരു പൂ മാത്രം. ഒരു പുഷ്പം മാത്രം. ഒരു പൂ മാത്രം. ഒരു പൂ മാത്രം. ഒരു പൂ മാത്രം. ബാക്കി പറ. ചോദിച്ചു. ഒരു പൂ മാത്രം ചോദിച്ചു. കരിമീക്കുരുവിയെ കണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല. അശ്ശേ, എന്താ പാടുള്ള പാട്ട് ചോദിക്കും. പാടുള്ളത് കഥയിലെ രാജകുമാരൻ രാജകുമാരി. കഥയിലെ രാജകുമാരൻ രാജകുമാരി. ഒരു കാതിലോല. ഓല ഓല ഓ. ഒരു കാതിലോല. ഒരു കാതിലോല ഞാൻ കണ്ടില്ല. തേരിറങ്ങും മുകിലെ. ഇത് കേക്കാണ്ടോ? മുറ്റത്തെത്തും. എടാ പാട്ട് വേഗം കിട്ടും. പാട്ട് വേഗം കിട്ടും. വൈശാഖ സന്ധ്യ. പാട്ട് വേഗം കിട്ടും. തകില് പുകില്. കൊരവ കൊടല. കഴിഞ്ഞു. എത്ര പറഞ്ഞേ? ഞാൻ വിജയിച്ചു. അതെ, വിജയിച്ചു. അല്ല, ഞാൻ ഏതാ പറയാതെ പോയത്? കണ്ണൂർ സ്ക്വാഡ്. ബാക്കി പറഞ്ഞില്ലേ? ആടുജീവിതം ഞാൻ പറഞ്ഞു ഫസ്റ്റ് അത് തന്നെ. അയ്യപ്പനും കോശിയും പറഞ്ഞു. പിന്നൊക്കെ പറഞ്ഞു. പാട്ടടക്കം. ഞാൻ തോറ്റിരിക്കുകയാണ് ഗൈസ്, എല്ലാ പ്രാവശ്യത്തും പോലെ. അപ്പൊ ഇനി ഞാൻ ഇവന്റെ അടുത്ത് കുറച്ച് പാട്ട് ചോദിക്കാം. പാട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. മലയാളം പാട്ട് തന്നെ കേട്ടോ ചോദിക്കണത്. എനിക്ക് കൂടുതൽ തമിഴാണ് ഇഷ്ടം, അതാണ് ഞാൻ മലയാളം ചോദിക്കണത്. ഞാൻ ചോദിക്കുമ്പോ എന്തായാലും ഞാൻ പഴയ ഒരു ക്ലൂ ആദ്യമേ കൊടുത്തേക്കാം. പഴയ പാട്ടാണ് ഞാൻ കൂടുതൽ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്. പഴയ പാട്ടാണ് ഞാൻ കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടാ. ആദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോണത് ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. അത് ഓക്കെ, നോക്ക്. ചന്ദ്രകാന്തം കൊണ്ട് താലികെട്ട്. അടുത്തത് 4 കെട്ടാണ്. 4 കെട്ടാ ഞാൻ പറഞ്ഞത്. ഈ താലി എന്ന് പറഞ്ഞു കേക്കണ്ട നീ ഇപ്പൊ. അടുത്തത് ഞാൻ ചോദിക്കാൻ പോണത് ആൾക്കാർ വേണല്ല. അനുരാഗിണി ഇതായൻ. അനുരാഗിണി ഇതായൻ. ഓക്കെ. അടുത്തത് ആൾക്കാരെ കണ്ടപ്പോഴേക്കും എനിക്ക് ടെൻഷനായി. അടുത്തത് ചന്ദ്രകളഭം ചാർത്തി ഉണരും. ഒന്നൂടെ. പാട്ട് പറയാൻ മീനിന്റെ പാട്ട് പറയാൻ പറ്റൂല എന്ന് പേടിച്ച് ടെൻഷനായി പോയ ഒരാള്. അടുത്തത് നീലോൽഫലം. പിന്നിൽ ഒച്ചണ്ടാക്കിട്ട് കാര്യമില്ല, കേൾക്കൂ. ദൃശ്യം നിന്നോടൊപ്പം ആ കിട്ടി. ദൃശ്യം ഇവമേക്കാൻ തെറി പറയണേണെന്ന്. ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷ്. നിന്റെ മിഴിയിൽ നീലോൽഫലം. നിന്റെ മിഴിയിൽ തോറ്റു.
നിന്റെ നിന്റെ മിഴിയിൽ നിന്നോൽഫലം നിന്നുടെ പൊന്ന ശോകം നിൻ കവിളിനൈ കനകാംബരം. കഴിഞ്ഞ കിട്ടിയാ? നിന്റെ മിഴിയിൽ നീരോൽപ്പലം. എനിക്ക് കേട്ടിട്ടില്ല. പക്ഷെ എത്ര പ്രാവശ്യം ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ കേട്ടിട്ടില്ല. നീ അടുത്ത പാട്ട് നോക്ക്. നീ മധു പകരൂ നളതമേന്തി ഇന്ദ്രവല്ലരി പൂ ചൂടി വരും. ഫുള്ളായിട്ട് പറ. ഇന്ദ്രവല്ലരി പൂ ചൂടി വരും. പൂ ചൂടി വരും. ആ എന്ത് പോവാ? ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി ഇന്ദ്ര ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി പൂ ചൂടി വരും സുന്ദര ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി ഈ ഈ ഈ ഇന്ദ്ര 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 ത ഇന്ദ്ര ഇന്ദ്ര ചന്ദ്രന്റെ ഇന്ദ്ര ഇന്ദ്ര ഇന്ദ ചന്ദ്രൻ ചന്ദ്രൻ ഇന്ദ്ര ഇല്ല ഇന്ദ്ര ചന്ദ്രന്റെ ചന്ദ്രന്റെ എന്താ? ആ അപ്പൊ എന്താ? ഇന്ദ്ര ഇന്ദ ഇന്ദ്ര. ഇത് നോക്കിക്കോ. ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. നീ പിന്നെ എവിടത്തെ നോക്കട്ടെ. പാട്ടാണ്? ഇന്ദ്രവല്ലരി പൂ. ഞാനൊന്നും കേട്ടിട്ടില്ല. ആ സൂപ്പർ. അടുത്തത് പഴയ എമ്പയില് പാട്ടും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെ പാടാനാ? എനിക്കതാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും സ്റ്റോറി ഇടുന്നല്ലേ. 2000 പാട്ട് കൊണ്ടുവരൂ. 90s കിഡ്സിനെ അധിക്ഷേപിച്ച്. ഓക്കെ അടുത്തത്. പാവാട വേണം മേലാട വേണം. കറക്റ്റ്. അടുത്തത്. ഇളം മഞ്ഞിൻ കുളിരുമായി. ഞാൻ എക്സ്പ്രഷൻ ഇട്ട് പാടിക്കൊടുക്കും. 1000 പാകസ്വരങ്ങൾ കിലുങ്ങി. 1000 പാകസ്വരങ്ങൾ കിലുങ്ങി. അടുത്തത്. ഇതൊക്കെ നീ എന്നോട് ചോദിച്ച. ചക്ര വർത്തിനി നിനക്ക് ഞാനൊരു കദളി വാഴ താഴമ്പൂ മണമുള്ള. ഓക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞു. ലാസ്റ്റത്തേട്ടാ നിന്റെ നോക്കല്ലേ. നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. ആ പറ. നിന്റെ തുപ്പാനാ. നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. ഇവ കേട്ടിട്ടുണ്ടാവില്ല. നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ കേട്ടിട്ടില്ല. ഇവൻ കേട്ടിട്ടില്ല പഴയ പാട്ടൊന്നും. അപ്പൊ അങ്ങനെ കുറച്ചൊന്നും പറഞ്ഞില്ല. കുറച്ചൊന്നും പറഞ്ഞില്ല. പഴയ പാട്ടിൽ മാത്രം പറഞ്ഞില്ലാത്തുള്ളൂ. ഹലോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ചലഞ്ചാണ് ഇത്, ഗെയിമാണ്. ഹലോ അപ്പൊ ഇന്നത്തെ ഈ ഗെയിമില് ഞാൻ ഒരെണ്ണമാണ് പറയാതിരുന്നുള്ളൂ. അതായത് കണ്ണൂർ സ്കോഡ്. ഇവ രണ്ടെണ്ണം പറഞ്ഞില്ല. ഒരെണ്ണം ബാലേട്ടൻ. ഒരെണ്ണം പറഞ്ഞില്ലല്ലോ. എന്നാ താൻ കേസ് കോഡ് ഇത് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞില്ല ഞാൻ ജയിക്കുന്നു. പാട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു കുറച്ച് സിനിമയിലെ ഡയലോഗ് ഒക്കെ എടുക്കാൻ പറ്റിയെങ്കിൽ നല്ലായിരുന്നേനെ. പക്ഷെ ഞാൻ സിനിമയിലെ ഡയലോഗ് എടുത്തില്ല കേട്ടാ. ഒരു ഡയലോഗ് എന്നാ ഞാൻ ചോദിക്കാം. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ അപ്പൊ അങ്ങനെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.